KT, ഒരു കാലത്ത് അതായത് അധികം മുൻപല്ല ഈ വർത്തമാന കാലത്ത് തന്നെ ബുദ്ധനായിക്കോട്ടെ ഗുരുവായിക്കോട്ടെ അംബേദ്കർ ആയിക്കോട്ടെ ഇതൊക്കെയും ഹിന്ദുത്വയുടെ അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ സംഘപരിവാറിന്റെ ഐക്കണുകളായി മാറുന്ന ഒരു കെട്ടകാലം അതിനെ നമ്മൾ എല്ലാവരും കണ്ടിരുന്നു. അതിനെ വളരെ ജാഗ്രതയോടെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമൂഹം. പക്ഷെ അവിടെ നിന്നും റിപ്പബ്ലിക് ദിന പരേഡിൽ നാരായണ ഗുരു ഒരു കേരളത്തിന്റെ ഐക്കണായി വരുന്ന സമയത്ത് അത് ആകെ മൊത്തത്തിൽ അത് ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അവിടെ നിന്നുമാണ് ഇന്നിപ്പോൾ ഗുരു ജയന്തിയുമായി ബന്ധപ്പെട്ട് അത് OBC മോർച്ച ആഘോഷിക്കേണ്ട ആചരിക്കേണ്ട ഓർക്കേണ്ട പരിപാടിയെ ചുരുങ്ങുന്നിടത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഗുരുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് സംഘപരിവാറിന് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംഘപരിവാർ അഷിത ഈ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ബ്രാഹ്മണ്യ പ്രത്യയശാസ്ത്രങ്ങളിൽ ബ്രാഹ്മണ വ്യവഹാരത്തിൻ്റെതായ സനാതനധർമ്മം എന്നവർ വിവക്ഷിക്കുന്ന ധർമ്മശാസ്ത്രങ്ങളിൽ അഭിരമിക്കുന്നൊരു പ്രസ്ഥാനമാണ്. 1888 ഈ ബ്രാഹ്മണ്യത്തിൻ്റെ വിഗ്രഹപ്രതിഷ്ഠാ സംബന്ധിയായ സംസ്കൃത യാഗവിധികളെ ആകെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഗുരു അരുവിപ്പുറത്ത് വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത്. ഗുരു വിഗ്രഹപ്രതിഷ്ഠ നടത്തിയപ്പോൾ ബ്രാഹ്മണ്യത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ വാൽമീകങ്ങളിൽ കഴിയുന്ന ഇവിടുത്തെ ബ്രാഹ്മണ മേധാവികൾ ബ്രാഹ്മണ്യ പണ്ഡിതർ എന്താ ചോദിച്ചത്? ഈ നാണുവിന് എന്തധികാരം? ഈ നാണുവിന് സംസ്കൃത യാഗവിധി പ്രകാരമുള്ള തന്ത്രവിധികൾ അറിയുമോ വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ എന്നാണ്. അതിന് ഗുരു നൽകിയ മറുപടി തന്നെയാണ് ഹിന്ദുത്വത്തിൻ്റെ സർവപ്രത്യയശാസ്ത്രത്തെയും പ്രതിലോമപരതയും നിഷേധിക്കുന്ന ഗുരുവിൻ്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കപ്പെടുന്നത്. നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ്. നമ്മുടെ ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈഴവരുടെ ശിവനല്ല. നമ്മുടെ ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്കൃതം അറിയുന്ന സംസ്കൃത യാഗവിധി പ്രകാരമുള്ള തന്ത്രവിധികൾ അറിയുന്ന ഒരു ശാന്തിക്കാരൻ ബ്രാഹ്മണന്റെ ഇടനില ആവശ്യമില്ലാതെ ഏതൊരു പാവപ്പെട്ടവനും അവരുടെ മാതൃഭാഷയിൽ ദൈവമേ ഞങ്ങളുടെ സങ്കടങ്ങൾ അറിയണമേ എന്ന് പരിദേവനം ഓർത്തിക്കാൻ കഴിയുന്ന ഒരു വിഗ്രഹത്തെയാണ്, ഒരു ദൈവത്തെയാണ്, ഒരു ശിവനെയാണ് നാം പ്രതിഷ്ഠിച്ചത്. അത് സംസ്കൃത യാഗവിധികളിൽ അഭിരമിച്ച ആധിപത്യത്തിൻ്റെ പ്രത്യയശാസ്ത്രമായി ഈ ബ്രാഹ്മണ്യത്തെ കൊണ്ടു നടന്ന എല്ലാ ചിതൽപ്പുറ്റുകൾക്കുമുള്ള അതിശക്തമായ മറുപടിയായിരുന്നു. നമ്മുടെ ബ്രാഹ്മണ്യ വ്യവഹാരത്തിൻ്റെ ജ്ഞാനമണ്ഡലങ്ങളെ ആകെ ചോദ്യം ചെയ്യുന്ന വിധ്വംസകമായ നീതിപൂർണമായ ഒരു ഇടപെടലാണ് ഗുരുദേവൻ വിഗ്രഹപ്രതിഷ്ഠയിലൂടെ നടത്തിയത്. അതിനെ ഒരു കാലത്തും RSS അംഗീകരിക്കില്ല. ഇപ്പോൾ വിചാരധാര എന്ന് പറയുന്ന ഒറ്റ കൃതി വായിച്ച ആളുകൾക്കറിയാം. RSSന്റെ മറ്റ് ടെസ്റ്റുകളിലേക്കൊന്നും പോകണ്ട. വിചാരധാര വായിച്ചാൽ തന്നെ അവർക്ക് ജാതിയോട്, സംവരണത്തോട്, ഭരണഘടനയുടെ സാമൂഹ്യ നീതിയോട് ഒക്കെയുള്ള സമീപനം എന്താണെന്ന്. അപ്പോൾ ഗുരു എന്തുകൊണ്ട് നിഷ്കാസിതമാക്കപ്പെടുന്നു? ഗുരു എന്തുകൊണ്ട് മാറ്റപ്പെടുന്നു? ഗുരു BJP എന്ന് പറയുന്ന RSSന്റെ രാഷ്ട്രീയ പാർട്ടി ആചരിക്കേണ്ട ഒന്നല്ല ഗുരു ജയന്തി. അത് വേണമെങ്കിൽ എന്താണ് തങ്ങളുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ട് അവസരവാദപരമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, പ്രയോജനമാത്രവാദപരമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന OBC മോർച്ചക്കാർ ആചരിച്ചോട്ടെ എന്നാണ് BJPയുടെ നിലപാട്. ആ നിലപാട് വരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഗുരുവിനെ ഒരു കാരണവശാലും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് സ്വീകരിക്കാനാവില്ല, അംഗീകരിക്കാനാവില്ല. ഹിന്ദുത്വത്തിൻ്റെ ധർമ്മസംഹിതകളെ ആകെ ചോദ്യം ചെയ്ത ചരിത്രവും ദർശനവുമാണ് ഗുരുവിൻ്റേത്. ഗുരു ഒരു കാരണവശാലും RSSകാർക്ക് അംഗീകരിക്കാൻ കഴിയാവുന്ന, കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു ആദർശ പുരുഷനല്ല. തീർച്ചയായിട്ടും ഗുരുവിനെയും അംബേദ്കറെയും ഗാന്ധിയെ വരെ, ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് അംഗീകരിച്ചവരാണ് BJPക്കാർ. ഗാന്ധിയുടെ വിരിമാറിലേക്ക് വെടിയുണ്ട ഉതിർത്തതിനെ പലപ്പോഴായി ന്യായീകരിച്ച് നടന്ന ആളുകൾ ഗോഡ്സെയുടെ ചിതാഭസ്മം ഇപ്പോഴും RSS കാര്യാലയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. RSS ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ തങ്ങളുടെ പുണ്യനദികളിലാകെ ഒഴുക്കാൻ വേണ്ടിയിട്ട്, ആ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ മാഹാത്മ്യത്തെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിയെ കൊന്ന ഗോഡ്സെയുടെ ചിതാഭസ്മം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു RSSന് ഒരു കാരണവശാലും ഗുരുവിനെ അംഗീകരിക്കാനാവില്ല. ഗുരുവിനെ അവരെ എല്ലാ അർത്ഥത്തിലും നിരാകരിക്കും. RSSന്റെ ഒരു ഗാത്രം എന്ന് പറയുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ വിരാട് പുരുഷ സങ്കല്പം അനുസരിച്ചുള്ള സമാജ പുരുഷ കാഴ്ചപ്പാടിലാണ് RSS മനുഷ്യോൽപത്തിയെ കാണുന്നത്.
ദൈവം സൃഷ്ടിച്ചതാണ് ജാതി എന്ന ബോധമാണ് RSSകാർക്കുള്ളത്. ദൈവം സൃഷ്ടിച്ചതല്ല ജാതി, അത് സവർണ ബ്രാഹ്മണ്യം വൈദിക മേധാവിത്വം സൃഷ്ടിച്ചതാണ്. ജാതി എന്ന കാഴ്ചപ്പാടാണ് ഗുരുവിനും ഗുരുവിൻ്റെ ദർശനങ്ങൾക്കുമുള്ളത്. ഗുരു ജാതിയെ എല്ലാ അർത്ഥത്തിലും തൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ ദർശനം കൊണ്ട്, തൻ്റെ ഇടപെടലുകളിലൂടെ നിരന്തരമായി നിഷേധിച്ച ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെ ജാതിയാധിഷ്ഠിതമായ ഒരു ഹൈന്ദവ ഭരണകൂടത്തെ, ഒരു ഹൈന്ദവ രാഷ്ട്രത്തെ സ്വപ്നം കാണുന്ന RSSകാർക്ക് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് RSS നയിക്കുന്ന, RSSന്റെ പ്രത്യയശാസ്ത്രത്തിൽ രൂപം കൊണ്ടതും പ്രവർത്തിക്കുന്നതുമായ BJP ഒരു മടിയും കൂടാതെ അത് OBC മോർച്ചക്കാർ ഗുരുവിൻ്റെ ജയന്തി ആഘോഷിക്കട്ടെ, അത് BJPയുടെ പരിപാടിയല്ല എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അവരുടെ സവർണാധികാരത്തിലധിഷ്ഠിതമായ ശൂദ്രരോട്, പിന്നോക്കക്കാരോട്, ദളിതരോട് അവരുടെ ഒരു സമീപനമാണ് കൃത്യമായിട്ട് ഈ തീരുമാനത്തിലൂടെ, ഈ നിലപാടിലൂടെ ഇപ്പോൾ നമ്മൾ കാണുന്നത്.